ഹായ് മഗൾസ്. ഇതുവരെ നടന്ന ക്ലാസ് 9th ആനുവൽ എക്സാം നമ്മൾ മൊത്തം ഒന്ന് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് 7th ചാപ്റ്റർ എന്നാണ്. പിന്നെ 6ാമത്തെ പാഠം, പിന്നെ 5ാമത്തെ പാഠം. അതായത് പാർട്ട് 2 എന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പാർട്ട് 1 കമ്പാരിറ്റീവ്ലി വളരെ വളരെ കുറഞ്ഞ വെയിറ്റേജിൽ ചോദിച്ചിട്ടുള്ളൂ. എന്തായാലും നമ്മൾ ഇന്ന് ആ പാർട്ട് 2 ആദ്യത്തെ പാഠമുണ്ടല്ലോ, വർക്ക് എനർജി ആൻഡ് പവർ. ഈ പാഠത്തിൽ നമ്മൾ എന്തൊക്കെ പ്രധാനമായിട്ടും പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നോക്കി പോകുന്നത്. അതായത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത്രക്കും ഇമ്പോർട്ടൻ്റാണ്. അതെന്തായാലും പഠിക്കണം. അത് പഠിക്കാണ്ട് എക്സാമിന് എന്ത് ചെയ്യരുത്, പോവാണ്ട് നിൽക്കരുത്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് പോയിന്റ് എന്താണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വസ്തുവിനെ ഞാൻ തള്ളുകയാണെന്നുണ്ടെങ്കിൽ, പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര പ്രവൃത്തി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് ഇമ്പോർട്ടൻ്റാണ്. ഒരാളെ ഞാൻ തള്ളുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര വർക്കാണോ ചെയ്തത് അത് കാണാനുള്ള ഇക്വേഷനാണ് W=F×S. അതിൽ F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അല്ലെങ്കിൽ ബലമാണ്, S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരമാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റാണ്, ഒരാളെ തള്ളുമ്പം ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ W=F×S. ഇനി നേരെ തിരിച്ച് ഒരാളൊരു വസ്തുവിനെ പിടിച്ച് പൊന്തിക്കുകയാണെന്ന് വിചാരിക്കുക, ഒരാളൊരു വസ്തുവിനെ റൈസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഉയർത്തുകയാണെന്ന് വിചാരിക്കുക. ഒരു വസ്തുവിനെ പിടിച്ച് ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്ത വർക്ക് കാണാനുള്ള ഇക്വേഷനാണ് സുഹൃത്തുക്കളെ W=mgh. അതിൽ എം എന്ന് പറഞ്ഞാൽ മാസാണ്, ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് പറഞ്ഞാൽ 9.8 ആണ്. എന്നാലും കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ 10 ആയിട്ട് എടുക്കും. പിന്നെ എച്ച് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹൈറ്റ് ആണ്. സോ ബേസിക്കലി ഈ പാഠത്തിൽ നിന്ന് ആദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇത് രണ്ടും വെച്ചുള്ള പ്രോബ്ലംസ് ആണ്. നമുക്ക് വെറുതെ ഒരു പ്രോബ്ലം റാൻഡം ആയിട്ട് നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കടാ, എ ബുക്ക് ഓഫ് മാസ് 100 gram ഈസ് റൈസ്ഡ് ടു ദ ടോപ്പ് ഓഫ് എ ടേബിൾ ഓഫ് ഹൈറ്റ് 1 meter. ഒരു മീറ്റർ ഉയരമുള്ള ഒരു ടേബിളിന്റെ മുകളിലേക്ക് 100 gram മാസുള്ള ഒരു പുസ്തകം പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് ഞങ്ങൾ എന്താക്കണം, ചോദ്യം വരട്ടെ. ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് അപ്ലൈഡ് അഗൈൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഒരു മേശപ്പുറത്തേക്ക് ഒരു പുസ്തകം എടുത്ത് വെക്കണമെങ്കിൽ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യണ്ടേ, പൊന്തിച്ച് വെക്കണ്ടേ. ആ വർക്ക് എത്രയെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നിട്ടുണ്ടേ, നിങ്ങൾ G9.8 ഒന്നും എടുക്കണ്ട, നിങ്ങൾ G10 എടുത്തോളിന്ന്. ഓക്കെ, നോ പ്രോബ്ലം. നമ്മൾ പണ്ട് ആ ഇക്വേഷൻസ് എന്നുള്ള വീഡിയോ ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെയ്യുക, തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതും. സോ നമ്മളൊരു പെട്ടൊക്കെ വരച്ച് തന്ന കാര്യങ്ങൾ എഴുതാൻ വേണ്ടി റെഡി ആയിട്ട് നിന്ന്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം എന്താ ഉള്ളത്, മാസ് ഉണ്ട്. 100 gram ആണ് മാസ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. പക്ഷെ പ്രശ്നം ഉണ്ടല്ലോടാ, മാസിന്റെ യൂണിറ്റ് ഗ്രാം ആണോ കിലോഗ്രാം ആണോ? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാമാ. സോ ഗ്രാമിന് എന്തിലേക്ക് മാറ്റണം, കിലോഗ്രാമിലേക്ക് മാറ്റണം. അതിന് ഗ്രാമിന് എങ്ങനെ കിലോഗ്രാമിലേക്ക് മാറ്റണം എന്ന് അറിയണ്ടേ? എടാ, ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റണമെങ്കിൽ ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ നമുക്ക് കിട്ടി മാസ് എന്ന് പറഞ്ഞാൽ 100 gram ആണ്, 100/1000 കിലോഗ്രാം ആണ്. 0 ഒക്കെ വെട്ടുമ്പോൾ നമുക്ക് കിട്ടും 1/10 കിലോഗ്രാം ആണ്. നോ പ്രോബ്ലം. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടല്ലോ ഹൈറ്റ് എത്രയെന്ന്, 1 meter ആണ് ഹൈറ്റ്. പിന്നെ ജീൻ്റെ വാല്യൂ നിങ്ങൾ എത്ര എടുത്തോളിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, 10,000 എടുത്തോളിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പരിപാടി എന്താ, തന്ന കാര്യങ്ങൾ മൊത്തം നമ്മൾ എഴുതി. ഇനി അടുത്ത ചോദ്യം എന്താടാ, വെയിറ്റ് കാണണ്ടേ, വർക്ക് കാണണ്ടേ. നമുക്കറിയാം, ഒരാളെ പിടിച്ച് ഉയർത്തുമ്പോൾ നമ്മൾ ചെയ്ത വർക്ക് കാണാനുള്ള ഇക്വേഷനാണ് W=mgh. ഇനി മാസ് ക്വസ്റ്റ്യൻ പേപ്പറിലില്ലേ, ജി ക്വസ്റ്റ്യൻ പേപ്പറിലില്ലേ, എച്ച് ഇവിടെ ഇല്ലേ, നേരെ ഈ കോപ്പി അങ്ങോട്ട് എഴുതും. നേരെ ഇതുപോലെ 1/10 ആ 10 ഈ 10 വെട്ടിപ്പോയി. ആൻസർ ആടാ 1. വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ ആയതുകൊണ്ട് 1 ജൂൾ. സോ ആദ്യം നമ്മൾ വർക്ക് കാണാനുള്ള പ്രോബ്ലംസ് ആണ് ചെയ്ത് പഠിക്കേണ്ടത്. സെറ്റ് അല്ലേ? അപ്പം നമ്മൾ ആ ഹെരിയ റെഡിയാക്കിയേ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാമത് പറഞ്ഞ എന്താടാ, പോസിറ്റീവ് വർക്ക് എന്താ, നെഗറ്റീവ് വർക്ക് എന്താന്ന്. എന്താ പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ നോക്കട്ടെ, ഒരു കുട്ടി എന്തോ ഒരു ടേബിൾ അല്ലെങ്കിൽ എന്തോ ഒരു പെട്ടി ഇങ്ങനെ തള്ളിക്കൊണ്ട് നിൽക്കുക. ഈ കുട്ടി തള്ളുന്നത് അങ്ങോട്ടാണ് നോക്കി കേട്ടോ. ആ കുട്ടി തള്ളി ഇതിങ്ങനെ ഇങ്ങോട്ട് വരിക. ഈ കുട്ടി തള്ളിയത് ഇങ്ങോട്ട്, അതായത് ഫോഴ്സ് കൊടുത്തത് ഇങ്ങോട്ട്, അതിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം അതും ഇങ്ങോട്ട്. തള്ളിയതും പോയതും രണ്ടും ഒരേ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, സെയിം ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് വർക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് പ്രവൃത്തി. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനാടാ, തള്ളിയതും അങ്ങോട്ട് പോയതും അങ്ങോട്ട്, പോസിറ്റീവ് വർക്ക്. ഇനി നേരെ തിരിച്ച് നോക്കട്ടാ, ഒരാൾ കിണറിൽ നിന്ന് വെള്ളം മുക്കുകയാണെന്ന് ഇരിക്കുക. നമ്മളെപ്പോഴും പറയുന്ന എക്സാമ്പിളാണ്, ഒരാൾ കിണറിൽ നിന്ന് വെള്ളം മുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ കയർ ഇങ്ങനെ താഴോട്ടാ പിടിച്ച് വലിക്കുക. അയാൾ ഫോഴ്സ് കൊടുക്കുന്നത് താഴോട്ടാ, എന്നാൽ വെള്ളം എങ്ങോട്ടാ വരിക, മുകളിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ഫോഴ്സ് താഴോട്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലോട്ട്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരം വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് വർക്ക്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് വർക്ക് എന്താണെന്ന് പഠിച്ചു, നെഗറ്റീവ് വർക്ക് എന്താണെന്ന് പഠിച്ചു. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഫ്രിക്ഷൻ അഥവാ ഘർഷണ ബലം ചെയ്ത വർക്ക് എപ്പോഴും എന്തായിരിക്കട്ടെ, നെഗറ്റീവ് ആയിരിക്കും. ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം നമ്മൾ മുമ്പ് പഠിച്ചില്ലായിരുന്നോ, ടയർ തേയാൻ കാരണം ഫ്രിക്ഷനാണ്, ചെരുപ്പ് തേയാൻ കാരണം ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം എപ്പോഴും ചലനത്തിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാകുക. സോ ഫ്രിക്ഷൻ ചെയ്ത വർക്ക് എപ്പോഴും എന്തായിരിക്കട്ടെ, നെഗറ്റീവ് ആയിരിക്കും. സെറ്റ് അല്ലേ? ഇനി അതേപോലെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ക്വസ്റ്റ്യനാണ് ടഗ് ഓഫ് വാർ, വടംവലി. ഒരു കമ്പവലിയിൽ ജയിച്ച ടീം ചെയ്ത വർക്ക് ഏതാ, തോറ്റ ടീം ചെയ്ത വർക്ക് ഏതാന്ന്. എടാ, ജയിച്ച ടീം, സപ്പോസ് ഈ ടീമാണ് ജയിച്ചെന്ന് വിചാരിച്ചോ, ഈ ടീം ഇങ്ങോട്ടാണ് വലിക്കുക. ജയിച്ച ടീം എന്ന് പറഞ്ഞാൽ കമ്പവലി അല്ലെങ്കിൽ ആ കയർ ഇങ്ങോട്ട് തന്നെ വരില്ലേ. സോ ജയിച്ച ടീം ചെയ്ത വർക്ക് പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ തോറ്റ ടീം ചെയ്ത വർക്ക് എന്താ, ആ പാവങ്ങൾ അങ്ങോട്ടാണ് വലിക്കുന്നത്, പക്ഷേ കയർ ഇങ്ങോട്ടല്ലേ പോയത്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ തോറ്റ ടീം ചെയ്ത വർക്ക് ഏതാടാ, നെഗറ്റീവ്.
ഒരു എക്സാമ്പിളും കൂടി പഠിച്ചാൽ സെറ്റാ. ഒരു കല്ല് മുകളിലോട്ട് എറിയാണെന്ന് ഇരിക്കുക. ഒരു കല്ല് മുകളിലോട്ട് എറിയുമ്പോൾ ഗ്രാവിറ്റേഷൻ ചെയ്ത വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്. അതിന് ഗ്രാവിറ്റേഷൻ ഗുരുത്വാകർഷണം എങ്ങോട്ടാന്ന് ആദ്യം അറിയണ്ടേ. എടാ ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ എപ്പോഴും എങ്ങോട്ടുണ്ടാകുക? താഴോട്ടുണ്ടാകുക. കല്ല് മുകളിലോട്ടാണ് പോയത്, ഗ്രാവിറ്റേഷൻ താഴോട്ടാണ്. സെയിം ഡയറക്ഷൻ ആണോ? അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ഇത് എന്ത് വർക്കാടാ? നെഗറ്റീവ് വർക്ക്. അപ്പം നമ്മൾ പോസിറ്റീവ് വർക്ക് പഠിച്ച് നെഗറ്റീവ് വർക്കും പഠിച്ച് സെറ്റല്ലേ, റെഡി അല്ലേ, സിമ്പിൾ അല്ലേ സുഹൃത്തുക്കളെ? ഈ പാഠത്തിൽ അടുത്ത പോയിന്റ് എന്താണ്? ഈ പാഠത്തിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ യാന്ത്രികോർജ്ജം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന്. സിമ്പിളാ. കൈനറ്റിക് എനർജിയെയും പൊട്ടൻഷ്യൽ എനർജിയെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി. സോ യാന്ത്രികോർജ്ജം എത്ര ടൈപ്പ് ഉണ്ടാ? 2. കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഗതികോർജ്ജം, സ്ഥിതികോർജ്ജം. ഇനി ഇത് എന്താണെന്ന് വെറുതെ ഒന്ന് എക്സാമ്പിൾ പഠിക്കുക. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ചലിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അയാൾക്കുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. അത് നമ്മൾ പറയും മോഷൻ അല്ലെങ്കിൽ ചലനം കൊണ്ട് കിട്ടുന്ന ഊർജ്ജമാണെന്ത്? കൈനറ്റിക് എനർജി. അതിന് ഒരുപാട് എക്സാമ്പിളൊക്കെ ഉണ്ടാവും. ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അയാൾ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, അയാൾക്ക് കൈനറ്റിക് എനർജി ഉണ്ടാവും. ഒരു തീവണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, ഒരു ബസ് ഓടിക്കൊണ്ടിരിക്കുന്നു, ഒരു പക്ഷി പറന്നുകൊണ്ടിരിക്കുന്നു, അതിനൊക്കെ എന്തുണ്ടാ? കൈനറ്റിക് എനർജി ഉണ്ട്. എന്നാൽ പക്ഷിയുടെ കേസിൽ മറ്റൊരു എനർജിയും കൂടി ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പം നമ്മൾ പറഞ്ഞു കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ചലനം കൊണ്ട് കിട്ടുന്ന എനർജിയാണ്. അത് കാരണം ഇക്വേഷൻ ഒക്കെ ഓർമ്മ ഉണ്ടോ? K = ½ അത് ചില പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. നമ്മൾ നേരെ അടുത്ത ഹെഡിങ് പോവാം. അടുത്ത ഹെഡിങ് ആണ് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജ്ജം. എടാ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ ഹൈറ്റ് കൊണ്ട്, ഒരാളുടെ സ്ഥാനം കൊണ്ട് അയാൾക്ക് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ഉദാഹരണത്തിന് നോക്കടാ, ഒരു മലന്റെ മേലെ ഒരു പാറക്കഷ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്ത് എനർജിയാ? പൊട്ടൻഷ്യൽ എനർജി. ഒരാൾ ഹൈറ്റിലാണ്, ഒരു ഉയരത്തിലാണോ അയാൾക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലെങ്കിൽ സ്ഥിതികോർജ്ജം ഉണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്ക്. ഒരു ടേബിളിന്റെ മേലെ പുസ്തകം ഉണ്ട്, ഹൈറ്റിലല്ലേ, അയാൾക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ആ പുസ്തകം അവിടെ നിന്ന് നടന്ന് കളിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് എനർജിയാണത്? കൈനറ്റിക് എനർജി. പക്ഷെ നടന്ന് കളിക്കില്ല, പാവം, ഒരു ഹൈറ്റിലാണ്, പൊട്ടൻഷ്യൽ എനർജി. ഇനി അടുത്ത് നോക്കടാ, ഡാമിന്റെ മേലെ വെള്ളം കെട്ടി നിർത്തിക്കുകയാണെന്ന് ഇരിക്കുക. വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം. ജലം അണക്കെട്ടിൽ കെട്ടി നിർത്തുകയാണെങ്കിൽ അതിന് എന്ത് എനർജിയാ? പൊട്ടൻഷ്യൽ എനർജിയാ. എന്നാൽ ആ ഡാമിലെ വെള്ളം താഴോട്ട് ഒഴുകി വരുന്നുണ്ടെങ്കിലോ അതിന് പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ, സോ അതിന് എന്ത് എനർജി ഉണ്ടായിരിക്കും? കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. സോ വേണമെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഒരു മാവ് അല്ലെങ്കിൽ ഒരു ആപ്പിൾ മരത്തിലുള്ള ആപ്പിൾ, ഒരു മരത്തിലുള്ള ഫലം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രൂട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് എനർജി ആയിരിക്കടാ? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. സെറ്റല്ലേ? എന്നാൽ ഇവിടെയാണ് എക്സാമിൻ്റെ വെറൈറ്റി ചോദ്യം ചിലപ്പം വരാൻ ചാൻസ് ഉള്ളത്. ഒന്ന്, ഒരാളുടെ ഷേപ്പ് മാറിയാൽ അയാൾക്ക് കിട്ടുന്നൊരു എനർജി ഉണ്ട്. ഒരാളുടെ ആകൃതിയിൽ വ്യത്യാസം വന്നാൽ അയാളിൽ ഉണ്ടാകുന്നൊരു ഊർജ്ജം ഉണ്ട്. അതിന് പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ. സ്ട്രെയിൻ മൂലമുള്ള സ്ഥിതികോർജ്ജം. ഇതിന് എക്സാമ്പിൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. എപ്പോഴെങ്കിലും ഒരാളുടെ ആകൃതി മാറിയിട്ട് അയാളിൽ ഒരു എനർജി ഉണ്ടെന്ന് വിചാരിച്ചോ, അതൊക്കെ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ അങ്ങോട്ട് നോക്ക്. ഫസ്റ്റ് എക്സാമ്പിൾ എന്താ? ഒരാൾ റബ്ബർ ബാൻഡ് വലിച്ചു വെക്കാന്നിരിക്കുക. ഒരു റബ്ബർ ബാൻഡ് സാധാരണഗതിയിൽ എൻ്റെ കയ്യിൽ വെക്കുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് എനർജി ഒന്നുമില്ല. ആ റബ്ബർ ബാൻഡ് ഞാൻ വലിച്ചങ്ങോട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ മാറും, ഉണ്ടോ? അതിനങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് വരാനുള്ള ഒരു എനർജി അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഒരു വലിച്ചു വെച്ച റബ്ബർ ബാൻഡിൽ ആ പക മൊത്തം അതിനുള്ളിലൊരു എനർജി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇതിന് പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ. ഇതേപോലെ മറ്റൊരു എക്സാമ്പിൾ നോക്കണം. അമർത്തി വെച്ച സ്പ്രിങ്, എ കംപ്രസ്ഡ് സ്പ്രിങ്. ഒരു അമർത്തി വെച്ച സ്പ്രിങ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ സ്പ്രിങ് ഇങ്ങനെ അമർത്തി വെച്ചിക്കുക, അതിനുള്ള ദേഷ്യം ഇങ്ങനെ നിൽക്കുക. ഞാൻ എപ്പോഴെങ്കിലും ആ സ്പ്രിങ് അങ്ങോട്ട് റിലീസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ളിൽ എനർജി ഉണ്ടാവും ഇല്ലേ? അപ്പോൾ ഇത് എന്ത് എനർജിയാടാ? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ. സ്ട്രെയിൻ മൂലമുള്ള സ്ഥിതികോർജ്ജം. ഒരുപാട് എക്സാമ്പിൾ ഉണ്ടായി, വെറുതെ ഞാൻ പറഞ്ഞൊന്ന് പോവാ. ഒരു കുലച്ചു വെച്ച വില്ലെന്നാണ് പറയുന്നത്, സ്ട്രെച്ചഡ് ബോ. സുഹൃത്തുക്കളെ നോക്കണം, അമ്പും വില്ലും നമ്മൾ പറയില്ലേ, ഇതിനും എന്ത് എനർജിയാ? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ. നമ്മൾ ഡെക്കാത്തിലോൺ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, അതിന് ട്രാംബലിൻ എന്നാ പറയാ. ഈ ട്രാംബലിന്റെ മേലെ നമ്മൾ കയറി ചാടുന്ന സമയത്തും അതിനും എന്ത് എനർജിയാ? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ. നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, കാക്കകളൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് തെറ്റാൽ ഉപയോഗിക്കും, കാറ്റപ്പോൾ എന്ന് പറയും. ഈ തെറ്റാൽ ഉപയോഗിക്കുമ്പോൾ അതിലും എന്ത് എനർജിയാടാ? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ. സ്ട്രെയിൻ മൂലമുള്ള സ്ഥിതികോർജ്ജം. എക്സാമിന് ചോദിക്കാറുണ്ട്, സ്ട്രെയിൻ മൂലമുള്ള സ്ഥിതികോർജ്ജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ കുറച്ച് എക്സാമ്പിൾ പറയാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ ചിലപ്പം ഇതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തരും, ഇങ്ങോട്ട് ചോദിക്കും ഇതിൽ എന്ത് എനർജിയാണെന്ന്. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പറന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ കമ്പയർ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാക്ക അല്ലെങ്കിൽ ഒരു വിമാനം പറന്നുകൊണ്ടിരിക്കുക, അതിനെന്തൊക്കെ എനർജി ഉണ്ടെന്ന്. ഒരാൾ പറന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും, കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. ഇനി ഇവിടുന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, ഒരാൾ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് താഴോട്ട് വീണുകൊണ്ടിരിക്കാന്നിരിക്കുക. ഒരാൾ താഴോട്ട് വീഴുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞു വരികയല്ലേ, അയാളുടെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജ്ജം കുറഞ്ഞു വരും. എന്നാൽ അയാളുടെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജ്ജം എന്താ ചെയ്യുക? കൂടി വരും. ഈ ഒരു പോയിന്റും കൂടി നിങ്ങളെ മനസ്സിലുണ്ടാവണം. സെറ്റല്ലേ? ഇവിടുന്ന് ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി പഠിക്കാനുണ്ട്. ഹൂ ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി? നമുക്ക് എല്ലാവർക്കും എനർജി തരുന്ന ആരാടാ? സൂര്യൻ. അതും കൂടി പഠിക്കണേ. കഴിഞ്ഞില്ല, ഈ പാഠത്തിൽ കുറച്ചും കൂടി പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ആ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഫുൾ അങ്ങോട്ട്
അങ്ങോട്ട് നോക്കുക. എന്നാൽ പിന്നെ എക്സാം എഴുതുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇതിൻ്റെ ഇക്വേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് ½ mv². പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ ആണ് U = mgh. പ്രോബ്ലം നോക്കണേ, സിമ്പിളാണ്. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ഈ പാഠത്തിലുള്ള മറ്റൊന്നാടാ ഒരു ഉപകരണത്തിൻ്റെ പേര് അങ്ങോട്ട് തരും. ഇങ്ങോട്ട് ചോദിക്കും ഇതിൽ എന്ത് ഊർജ്ജമായിട്ടാണ് മാറുന്നതെന്ന്. അതിലുള്ള എനർജി ചേഞ്ച് പറയാൻ പറയും. എനർജി ചേഞ്ച് പറിക്കുമ്പോൾ വളരെ എളുപ്പമാണ്. ഏതൊരു ഉപകരണം തന്നാലും നിങ്ങൾ എന്താ ആലോചിക്കേണ്ടി, അതിലേക്ക് എന്താ നമ്മൾ കൊടുക്കുക, അതിന് എന്താ നമുക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ട് നോക്കടാ, ഫാനൊക്കെ നമ്മൾ കറണ്ട് കൊടുക്കും, ഇലക്ട്രിക്കൽ എനർജി. ആ ഫാൻ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങും, മെക്കാനിക്കൽ എനർജി, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. കഴിഞ്ഞ് അത്രേ ഉള്ളൂ. ഞാൻ അടുത്ത എക്സാമ്പിൾ നോക്കടാ, ഇസ്തിരിപ്പെട്ടി, അയൺ ബോക്സ്. നമ്മൾ കറണ്ട് കൊടുക്കും, ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ വൈദ്യുതോർജ്ജം. അത് അവിടുന്ന് ചൂട് തരും, ഹീറ്റ് എനർജി. സോ വൈദ്യുതോർജ്ജം, താപോർജ്ജം. ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. അടുത്ത നോക്കടാ, ഒരു ബൾബൊക്കെ നമ്മൾ കറണ്ട് അല്ലേ കൊടുക്കുക. കറണ്ട് കൊടുക്കുന്ന സമയത്ത് ബൾബ് പ്രകാശം തരും. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി. വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറുന്നു. എന്ത് രസമുള്ള പരിപാടിയാണ്. ഇനി ഇവന്റെ പേരെന്താ, മോട്ടർ. നിങ്ങൾ വീട്ടിലെ മോട്ടർ ഒന്ന് ആലോചിച്ച് നോക്ക്. മോട്ടർക്ക് നമ്മൾ കറണ്ടാണ് കൊടുക്കുക, അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കും. ആ മോട്ടർ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സോ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. അതും നമ്മൾ പഠിച്ച്. പിന്നെന്താടാ ഇത്, ജനറേറ്ററിൽ നിങ്ങൾ കണ്ടില്ലേ, ഈ ടർബൈൻ ഇങ്ങനെ കറങ്ങുന്ന സമയത്തോടെ കറണ്ട് ഉണ്ടാവും. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് ഉണ്ടാക്കുന്ന സാധനമല്ലേ. സോ ഒരാൾ കറങ്ങിയിട്ട് കറണ്ട് ഉണ്ടാവുന്നു. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. അപ്പം നമ്മൾ എനർജി ചേഞ്ചും പഠിച്ച്. വേണമെങ്കിൽ ഒരു എക്സ്ട്രാ പോയിന്റ് കിടിച്ചോളി, മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഊർജ്ജമായിട്ടാണ് മാറുകയെന്ന്. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ കറണ്ട് അല്ലേ കൊടുക്കണേ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി. ബാറ്ററിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാകുക, കെമിക്കൽസ്. സോ വൈദ്യുതോർജ്ജം, രാസോർജ്ജം. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. അതോടുകൂടി അതും പരിപാടി കഴിഞ്ഞ്. പിന്നെ ഈ പാഠത്തിന് അവസാന ഭാഗത്ത് പഠിക്കാനുള്ള ഒരു പോയിന്റ് എന്താ പറയുക, പവർ എന്താണ്. പവർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെക്കൻഡിൽ ചെയ്ത വർക്കിനാണ് നമ്മൾ പവർ എന്ന് പറയുക. വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിക്കാണ് നമ്മൾ പവർ എന്ന് പറയുക. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യം, പവർ കാണാൻ 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് P = W/T, വർക്ക് ബൈ ടൈം. നമ്മൾ ഇക്വേഷൻ എന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്താണ്. രണ്ടാമത്തൊന്നാണ് P = mgh/T. അപ്പോൾ പവർ കാണാൻ 2 ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിക്കുക. P = W/T. പിന്നെ ഒന്ന് എന്താടാ, P = mgh/T. അടുത്താണ് പവറിൻ്റെ യൂണിറ്റ് എന്താണ്. പവറിൻ്റെ യൂണിറ്റ് ആണ് വാട്ട്. പവറിന് മറ്റൊരു യൂണിറ്റും കൂടി ഉണ്ട്, HP, ഹോഴ്സ് പവർ. എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ്. ഇത് എക്സാമിന് 1 വേർഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഒരു ഹോഴ്സ് പവർ അല്ലെങ്കിൽ ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാണെന്ന്. ഒരു HP എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. ഒരു തവണ എക്സാമിന് എന്താ ചോദിച്ചത്, അര HP എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു HP എന്ന് പറഞ്ഞാൽ 746. അപ്പോൾ അര HP എന്ന് പറഞ്ഞാൽ എന്താ, 746ന്റെ പകുതി. പരിപാടി കഴിഞ്ഞ്. അടുത്ത ചോദ്യം എന്താ, 1000 വാട്ടിനെ നമ്മൾ എന്താ വിളിക്കുകയാണ്. 1000നെ നമ്മൾ സാധാരണ കിലോ എന്നല്ല വിളിക്കുക. അപ്പോൾ 1000 വാട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 1 കിലോ വാട്ട്. 1 കിലോ വാട്ട്. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, വാട്ടാണ് പവറിൻ്റെ യൂണിറ്റ്. ഒരു HP എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. 1000 വാട്ടിനെ നമ്മൾ 1 കിലോ വാട്ട് എന്നും വിളിക്കും. സെറ്റല്ലേ. ഇനി ഞാൻ നേരത്തെ കൊണ്ട് പറഞ്ഞില്ല പവർ വെച്ചുള്ള ചോദ്യം ഉണ്ടാവുമെന്ന്. വെറുതെ ഒരു സാമ്പിൾ നോക്കണം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പാവങ്ങൾ. ഒരാളുണ്ട് 70 കിലോഗ്രാം മാസുള്ള ഒരാൾ 30 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു പർവ്വതം 5 മിനിറ്റ് കൊണ്ട് കയറാണെന്നുണ്ടെങ്കിൽ അയാളുടെ പവർ എത്രയെന്ന്. ആദ്യം എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടി, ഒരു പെട്ടിയൊക്കെ വരച്ചിട്ട് തന്ന കാര്യങ്ങൾ അങ്ങോട്ട് എഴുതുക. 70 കിലോഗ്രാം മാസ് ആണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നിട്ടുണ്ട്. ആ മലൻ്റെ ഹൈറ്റ് 30 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ടാണോ കയറിയെന്നും ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. മിനിറ്റിനെ എന്തിലേക്ക് മാറ്റണം, സെക്കൻഡിലേക്ക് മാറ്റണം. അയ്യോ മിനിറ്റിന് എങ്ങനെയാ സെക്കൻഡിലേക്ക് മാറ്റുക, 60 കൊണ്ട് ഗുണിക്കുക. സോ 5 × 60 എന്ന് പറഞ്ഞാൽ 300 സെക്കൻഡ്. തന്ന കാര്യങ്ങളൊക്കെ എഴുതിയില്ലേ. ഇനി നമുക്കറിയാം പവറാണ് കാണേണ്ടതെന്ന്. ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് പവറാണ് കാണാൻ പറഞ്ഞതെന്ന്. അപ്പോൾ പവർ കാണാൻ ഇക്വേഷൻ എന്താ, P = W/T ഉണ്ട്. പക്ഷെ അതോട് ഇവിടെ ഉപകാരമില്ല, mgh/T ആണ് ഇവിടെ ഉപകാരം. അപ്പോൾ നമ്മൾ P = mgh/T എന്ന് എഴുതി. അയ്യോ എം അതാ അവിടെ കിടക്കുന്നത്, ജി അതാ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അറിയാം 9.8 അല്ലെങ്കിൽ 10 ആണെന്ന്. എച്ച് അവിടെ ഉണ്ട്, ടൈം ഇവിടെ ഉണ്ട്. ഈച്ച് കോപ്പി എടുത്താൽ ഇത് അതാ 70 × 10 × 30/T എന്ന് പറഞ്ഞാൽ 300. ഈ 0 വെട്ടുക, ആ 0 വെട്ടുക, 3 വെട്ടുക. പിന്നെ ആര് മാത്രം അവിടെ ബാക്കിയുള്ളത്, 70 മാത്രം. സോ നമുക്ക് കിട്ടി പവർ എത്ര വാട്ടാടാ, 70 വാട്ട്. അത്രേ ഉള്ളൂ ഈ പരിപാടി. ഈ പാഠത്തിൽ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത്. സെറ്റല്ലേ. സോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കണ്ടന്റുകളൊക്കെ ഈ പാഠത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഇത് പഠിക്കാതെ മറ്റൊരു പരിപാടിയില്ല. ഇത് നല്ല ഉഷാറായിട്ട് പഠിക്കുക, ഇങ്ങോട്ട് സെറ്റാവുക. ഇങ്ങോട്ട് നമ്മളെ എക്സാമിൻ്റെ തലേന്നുള്ള ലൈവുകൾ നിർബന്ധമായിട്ടും കാണാം. അന്ന് നമ്മൾ കുറച്ചും കൂടി വെറൈറ്റി ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടും. ഓക്കെ അല്ലേ. സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പൊളിയാക്കുക, ചങ്ങന്മാർക്കൊക്കെ അയച്ചു കൊടുക്കുക. എക്സാമിൻ്റെ തലേന്ന് ലൈവിൽ കാണാം. ഓക്കെ അല്ലേ. ബൈ.